നമ്മുടെ സ്വന്തം തൊപ്പിയുടെ സ്വന്തം മമ്മു. ഈ നമ്മുടെ സ്വന്തം എന്ന് പറയുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂട്ടിയതായിരിക്കില്ല ആങ്കർ, അല്ലെങ്കിൽ വല്ലാത്തൊരു കൂട്ടലായി പോയി. ഏതായാലും നമ്മൾ ആ കൂട്ടത്ത് കൂട്ടണ്ട കേട്ടോ. നിങ്ങളുടെ സ്വന്തം, നിങ്ങളുടെ സ്വന്തം, അല്ലെ നിങ്ങളുടെ ഒക്കെ തൊപ്പിയുടെ ഒക്കെ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജെൻ ആൽഫ ജെൻസിയുടെ ഒക്കെ സ്വന്തം മമ്മു എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു ഓക്കെ ആയിരിക്കും. അല്ലാണ്ട് ഇത് ജനറലൈസ് ചെയ്ത് നാട്ടുകാരെല്ലാത്തിനും കൂടെ കൂട്ടിക്കഴിഞ്ഞാലല്ലോ ഭയങ്കര ബോറായിപ്പും പരിപാടി. ഏതായാലും ഈ കാര്യം എല്ലാവർക്കും അറിയില്ല. ഇന്നലെ ഇന്നും ആയിട്ട് ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് ന്യൂസാണ് ഇത് കേട്ടോ. ഇത് വല്ലാത്ത എന്താ പറയുക, നമ്മുടെ ലോക്കൽ ന്യൂസോ അല്ലെങ്കിൽ നാഷണൽ ന്യൂസോ അല്ല ഇൻ്റർനാഷണൽ ന്യൂസോ ഒന്നുമല്ല, ഒരു എൻ്റർടൈൻമെൻറ്റ് ന്യൂസ്. ഇതുപോലത്തെ കുറച്ച് മൊയന്തുകൾക്കുള്ള ന്യൂസ്. അപ്പം ഞാൻ എന്തിനാ ഈ ചാനലിൽ ഇങ്ങനത്തെ ഇതൊക്കെ എടുത്തിട്ടെന്ന് പറഞ്ഞാൽ, ഈ നമ്മളെ വലിയ വലിയ ന്യൂസുകളുടെ പിന്നാലെ പോയി നമ്മൾ ഈ നാട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ ന്യൂസാണെന്ന് വിചാരിച്ച് തള്ളിക്കളയുന്ന ഇങ്ങനത്തെ ചില ന്യൂസുകളുണ്ട്. ഇത് എത്രത്തോളം സോഷ്യൽ മീഡിയ ത്രൂവും അതല്ലാതെയും നമുക്ക് അറിയാം. ഇപ്പോൾ നമ്മൾ വാട്സപ്പായിട്ടും ഫേസ്ബുക്ക്, വാട്സപ്പ്, യൂട്യൂബ്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ എല്ലാ കാറ്റഗറി ആളുകളും ഉണ്ട്. അല്ലാണ്ട് അത് ചെറിയ ജെൻ ആൽഫ അല്ലെ ജെൻസി പിള്ളേർ മാത്രമൊന്നുമല്ല അത് യൂസ് ചെയ്യുന്നത്. എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൺ പെൺ വ്യത്യാസം ഇല്ലാണ്ട് എല്ലാവരും ഇത് കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ ചില ന്യൂസുകളും കൂടെ നമ്മൾ നമ്മുടെ ചാനലിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് താല്പര്യമുള്ളവർ കണ്ടാൽ മതി, താല്പര്യമില്ലാത്തവർ, ഇങ്ങനത്തെ ന്യൂസുകൊണ്ട് താല്പര്യമില്ലാത്തവർ കാണണ്ട, സ്കിപ്പ് അടിച്ച് പോകാൻ കുഴപ്പമില്ല. അപ്പോൾ അതൊരു സെഗ്മെൻറ്റിനായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ന്യൂസ് ആയതുകൊണ്ട് നമ്മുടെ ചാനലിൻ്റെ പേര് ട്രെൻഡ് മോജോ എന്നായതുകൊണ്ടും നമ്മളൊന്ന് ഷോർട്ട് ഔട്ട് ചെയ്തിട്ട് ട്രെൻഡർടൈൻമെൻറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ആ സെഗ്മെൻറ്റാണ് നമ്മളെ ഫസ്റ്റ് ട്രെൻഡർടൈൻമെൻറ്റ് സെഗ്മെൻറ്റിൽ വരുന്നത്. മറ്റാരുമല്ല, നമ്മുടെ വെറൈറ്റി മീഡിയയുടെ സ്വന്തം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കുറച്ച് ജെൻ ആൽഫ ജെൻസികളുടെ സ്വന്തം മാമുവാണ് നമ്മുടെ ട്രെൻഡർടൈൻമെൻറ്റ് ന്യൂസിലെ ആദ്യത്തെ കണ്ടൻ്റാക്കി നമ്മൾ എടുക്കുന്നത്. ഓക്കെ, എല്ലാ ആൾക്കാരും വെറുപ്പിക്കും. അത് പെരുമാറ്റത്തിന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്താ എന്നിട്ട് എന്ത് നല്ല പെരുമാറ്റം എന്ന് പറയേ. അങ്ങനെ ചെയ്ത ഒരു കാര്യം പറ, നാട്ടുകാർ എത്രമാത്രം വെറുപ്പിച്ച് എന്താ. അതാണ് നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത്. നമ്മുടെ അവരുടെ സ്വന്തം മാമു മറ്റുള്ള ആൾക്കാരെ വെറുപ്പിക്കാൻ, നാട്ടുകാരെ മൊത്തം വെറുപ്പിക്കാൻ ചെയ്തിട്ടുള്ള ഒരു ഭയങ്കരമായ സംഭവമുണ്ട്. ആ സംഭവം എന്താണെന്നാണ് നമ്മുടെ ആങ്കർ ചോദിച്ചറിയാൻ പോകുന്നത് നമ്മുടെ തൊപ്പിയുടെ കയ്യിൽ നിന്ന്. ആ സംഭവം കേട്ടിട്ട് വരാം. ജനലിൻ്റെ അടുത്ത് ജനലിൽ എറിഞ്ഞ് കുളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും കുളിസി. അതാ ജനലിൻ്റെ അടുത്ത് ജനലിൽ എറിഞ്ഞ് കുളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും കുളിസി. അതാ ഇവിടെ പറയാൻ പറ്റുമല്ലോ. എന്നെ കൊണ്ട് തോറ്റ് എന്നാണ് ആങ്കർ പറഞ്ഞത്. എല്ലാവരും കൂടെ ഇത് എടുത്തിട്ട് ഉടുത്ത് അലക്കുന്നുണ്ട്. ഏതായാലും മാമൂനെയും തൊപ്പിനെയും ഒക്കെ ചുമരുമ കയറ്റി ഭിത്തിയിൽ ഒട്ടിക്കുന്ന അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇതിപ്പോൾ നമ്മൾ ഇത്ര സംഭവമാക്കി എടുത്തത് ഇവനെപ്പോലത്തെ ഒരു അണ്ടർ ഏജ് ആയിട്ടുള്ള ഒരാൾ, 18 വയസ്സുണ്ടാവും തോന്നില്ലല്ലേ? ഇനിയൊക്കെ 18 ഇനി 18 മേലുണ്ടെങ്കിലും വേണ്ടില്ല. ഇത്രയും ചെറിയൊരു പയ്യൻ ഇതൊക്കെ ഇത്ര ന്യൂ നോർമൽ എന്ന രീതിയിൽ ഭയങ്കര നോർമലൈസ് ചെയ്ത് പറയുന്നു. ആങ്കർ ഇത്ര സംഭവമായിട്ട് ചിരിച്ച് അതിലോട്ട് രീതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ നീ എങ്ങനെ കണ്ടു, ഇതിലൂടെ കണ്ടു, ഏത് കണ്ണുകൊണ്ട് കണ്ടു, എന്ത് കണ്ടു എന്നൊക്കെ ചോദിക്കുന്നതാണ് ഇതിലുള്ളത്. പക്ഷേ ഉണ്ടല്ലോ, ഈ പിള്ളേരൊക്കെ ഈ അവസ്ഥയിലോട്ട് എത്തുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ ഈ അവസ്ഥയിലോട്ട് എത്തുന്നത്, നമ്മളിപ്പുറത്തിരുന്ന് ഭയങ്കര കുറ്റമൊക്കെ പറയും, നമ്മൾ സദാചാരവും നമ്മൾ പലതും എടുത്തിടും. പക്ഷേ നമ്മൾ ഇതിനേക്കാൾ വലിയ ചില എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഇമ്മാതിരി സാധനങ്ങളൊക്കെ പല രീതിയിലും നമ്മൾ കണ്ടൊരു കാലത്ത് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച ആളുകളാണ് നമ്മളൊക്കെ. ജെൻ ആൽഫയും ജെൻസിയൊക്കെ അവിടെ നിൽക്കട്ടെ, എത്ര കുളിസീനുകളുണ്ടായിരുന്നു നമ്മുടെ ഫിലിമിലൊക്കെ, നമ്മുടെ ഷോർട്ട് ഫിലിംസിലും നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുള്ള മൂവീസിലൊക്കെ എത്ര കുളിസീനുകളുണ്ട്. ഇത് പെട്ടതൊക്കെ ഇത് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം കേട്ടോ. ഇതുപോലത്തെ നമ്മുടെ പ്രഗത്ഭ നടന്മാരെല്ലാവരും അഭിനയിച്ച എല്ലാ സിനിമകളിലും ഇങ്ങനത്തെ ഒന്നോ രണ്ടോ കുളിസീനുകളൊക്കെ എത്രയോ ഫിലിംസിലുണ്ട്. നമ്മളത് കൈയടിച്ചിട്ടുണ്ട്. നമ്മൾ അന്നൊന്നും അതിനെ വിമർശിക്കാനും പോയിട്ടില്ല. അന്ന് ഇനിയിപ്പോൾ ഈ സിനിമ കണ്ടത്, അല്ലെങ്കിൽ ഇത് വലിയ വലിയ ആളുകളല്ലേ പറയുന്നത്, കുട്ടികളല്ലല്ലോ എന്ന് വെച്ചാൽ, നമ്മൾ ഈ സിനിമ ഒക്കെ കാണുന്ന സമയത്ത് വലിയ വലിയ ആളുകൾ മാത്രമല്ല ഈ സിനിമകളൊന്നും ഇരുന്ന് കാണുന്നത്, കുട്ടികളൊക്കെ കൂട്ടത്തിൽ ഇരുന്ന് കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ വളരെ നോർമലൈസ് ചെയ്തൊരു കാര്യമാണ് പണ്ട് മുതലേ കുളിസീൻ കാണൽ, അല്ലെങ്കിൽ കുളിസീൻ്റെ പിക്ചറൈസ് ചെയ്തത് മുന്നോട്ട് വരുത്തലും. അത് ഇവൻ എന്താ പറയുക, അത്രയൊക്കെ മെച്യൂരിറ്റി ഉള്ളൊരു മൊയന്തായതുകൊണ്ട് അവനത് പച്ചക്കങ്ങ് പറഞ്ഞു പോയി ഒരു ചാനലിൻ്റെ മുമ്പിൽ കിട്ടിയപ്പോൾ. കാരണം
10ാം ക്ലാസ് പോലും മര്യാദയ്ക്ക് ജയിക്കാണെങ്കിൽ 10ാം ക്ലാസ് പോലും കഴിയാണ്ട് യാതൊരു ലോക വിവരവും ഇല്ലാണ്ട് ഈ ഒരു തൊപ്പി എന്റർടൈൻമെന്റ് വേൾഡിലോട്ട് കയറിയിട്ടുള്ള ഒരാളാണ് മാമു. അപ്പം മാമുവിനെ സംബന്ധിച്ച് മാമുവിന്റെ ലോകം എന്ന് പറയുന്നത് തൊപ്പിയുടെ, നമുക്കറിയാം തൊപ്പി കാണിക്കുന്നത് എന്താണ്, തൊപ്പിയുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലൈവ് സ്ട്രീമിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. ഗെയിം സ്ട്രീമിംഗ് ഉണ്ട്, മറ്റ് പല കാര്യങ്ങളുണ്ട്. നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് അറിയാത്തതുകൊണ്ട്, നമ്മൾ ഈ തന്തവൈബ് ആയതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റിയൊന്നും കൂടുതൽ സംസാരിക്കുന്നില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത്, അവരുടെ സ്ട്രീമിങ്ങിൽ കാണുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതിലോട്ട് വന്നിട്ടുള്ള ഒരു ആൾ മാത്രമാണ് മാമു. മാമുവിന് അതിൻ്റെ അപ്പുറത്തോട്ടുള്ള ലോകം എന്താണെന്നോ, അല്ലെങ്കിൽ അവിടെ പറയുന്ന, അവിടെ ഇങ്ങനത്തെ പല ഡിസ്കഷൻസും പല കാര്യങ്ങളും നടക്കാറുണ്ട് അല്ലേ, അങ്ങനത്തെ പല നടക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ജീവിക്കുന്ന മാമുവിന് ഇത് പറഞ്ഞതുകൊണ്ട് ആൾക്കാർ ഇത് എങ്ങനെ എടുക്കും, അല്ലെങ്കിൽ മോശമായിട്ട് എടുക്കുമോ, അല്ലെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആവുമോ എന്ന് ചിന്തിക്കാനുള്ള കഴിവൊന്നും മാമൂനില്ല. ഇതേ സ്ഥാനത്ത് തൊപ്പി ഒരു സിനിമ എടുത്ത് ഇതേ സീന് സിനിമയിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ വളരെ രസത്തിൽ കൈയടിച്ച് ആഘോഷിക്കും ആ രംഗങ്ങളൊക്കെ ചിലപ്പോൾ, നമ്മൾ നേരത്തെ കണ്ട പോലെ. അപ്പോൾ അത് മാത്രമല്ല, മാമു ഇങ്ങനെ കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട്. നോക്കുക നമ്മൾ മാമു ഇവിടം വരെ ഏത് ലെവൽ വരെ സ്കോർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഒരു ഇതുണ്ടല്ലോ, എന്തായാലും പറയാ, ഒരു ക്യൂരിയോസിറ്റി, കാണാനുള്ള ഒരു ത്വര. ഏതാണെങ്കിലും ചോദിച്ച ആങ്കർ അത്ര കുട്ടിയൊന്നും അല്ല, മെച്യൂരിറ്റി ഇല്ല എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അവരുടെ വേറെ ചില ഇൻ്റർവ്യൂസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ആളുകളെയാണ് ഏറ്റവും കൂടുതൽ ഇൻ്റർവ്യൂ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യാൻ നമ്മൾ കണ്ടുപോകുന്നു. അല്ലെ, നമ്മുടെ നാട്ടിലെ വലിയ വലിയ സംഭവങ്ങൾ, എന്താ പറയുക, പിള്ളേർ കണ്ടെത്തിയ നല്ല നല്ല കാഴ്ചകളും നല്ല നല്ല കാര്യങ്ങളും, അതല്ലെങ്കിൽ മറ്റ് തലത്തിൽ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുടെ ഇൻ്റർവ്യൂസൊന്നും അല്ല നമ്മുടെ നാട്ടിൽ നടക്കാറ്. നമ്മുടെ നാട്ടിൽ ഇതേപോലെ കുളിസിങ് കണ്ടവരുടെയും അല്ലെങ്കിൽ ലൈവ് സ്ട്രീമിങ് ചെയ്തവരുടെയും, അതല്ലെങ്കിൽ ഒരു എന്താ പറയുക, വീട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം കൂടെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ കൊണ്ട് കാണിച്ച് അതിന് താരങ്ങളായിട്ട് വരുന്ന കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ നമ്മുടെ നാട്ടിലെ പല മീഡിയാസും ഇൻ്റർവ്യൂ ചെയ്യാറ്. അപ്പം അത്തരത്തിലുള്ള ഇൻ്റർവ്യൂസ് നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പുറത്തോട്ട് വരുന്നത്. പക്ഷെ അവിടെ പിടിച്ച ആൾക്കാരെ കൊണ്ട് ഇരുത്തുമ്പോഴേ ഈ എന്താ പറയുക, ഒരു ത്വര, അതായത് ഈ മാമു ചെയ്ത കാര്യം, മാമു കുളിസീൻ കണ്ടത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്വര കാരണമാണ്, അല്ലെങ്കിൽ ഒരു ഇഷ്ടം കൊണ്ട് കണ്ടതാണെന്നൊക്കെ. അതായത് മാമു സ്റ്റോപ്പ് ചെയ്താലും നമ്മുടെ ആങ്കർ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കില്ല, ആങ്കർ പറയിപ്പിച്ചുകൊണ്ടിരിക്കും എന്നുള്ള കുറ്റങ്ങളാണ് ഈ ആങ്കറിനെതിരെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് കണ്ടത്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, മാമുവിനെ അവിടെ കൊണ്ടിരുത്തിയത് അവന് വലിയ ടെക്നോളജിയിലോ അല്ലെങ്കിൽ സയൻസിലോ മാത്സിലോ അല്ലെങ്കിൽ മറ്റ് എന്തോ, നിങ്ങൾ ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവന് ഗിന്നസ് റെക്കോർഡ് കിട്ടിയിട്ടല്ല അവൻ അവിടെ കൊണ്ടിരുത്തിയത്. അവൻ ഇങ്ങനത്തെ പല പരിപാടികളും കാണിച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പോഴും ഇവൻ ഈ മറ്റേ സ്ട്രീമിങ്ങിൽ ഇരുന്ന് ഇങ്ങനത്തെ പല കോപ്രായങ്ങളും കാണിച്ചതിൻ്റെ പേരിലാണ് മാമുവിനെ അവിടെ കൊണ്ടിരുത്തിയത്. അപ്പോൾ ഈ ആങ്കർ അതേ ചോദിക്കാനും പോകുന്നുള്ളൂ, അതിനെപ്പറ്റി അവർ സംസാരിക്കാനും പോകുന്നുള്ളൂ അല്ലേ. നമ്മൾ നേരത്തെ കണ്ട പോലെ, നമ്മൾ കുളിസീൻ പല സിനിമകളിൽ കണ്ട് എൻ്റർടൈൻഡ് ആയതുപോലെ തന്നെ ഇവരിപ്പോൾ അവിടെ കൊണ്ടിരുത്തിയത് ഈ ജെൻ ആൽഫ, ജെൻ സി, മറ്റെന്താ പറയുക, നിങ്ങൾ ഏത് വേണമെങ്കിലും എടുത്ത്, ഏത് കാറ്റഗറി, പല കാറ്റഗറീസും ഉണ്ട്. ഇപ്പം ഇവരൊക്കെ ഇത് കാണിക്കാനും ഇത് കൂടെ ചിരിപ്പിക്കാനും അല്ലെങ്കിൽ ഇതിൽ കൂടെ ഒരു മനസ്സുഖം കണ്ടെത്താനുമാണ് മാമുവിനെ അവിടെ കൊണ്ടിരുത്തിയതും ആങ്കർ ചോദ്യങ്ങൾ ചോദിക്കുന്നതും. അതുകൊണ്ട് ഈ ഒരു ഇൻ്റർവ്യൂവിൽ നമ്മൾ ഇതിൻ്റെ കൂടുതലൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. നമ്മളിവിടെ സദാചാരം പറഞ്ഞ് നമ്മൾ പലതും പണ്ട് നമ്മളെ കാലം മുതൽ അല്ലെങ്കിൽ നമ്മുടെ മുമ്പത്തെ കാലം മുതലുള്ള സിനിമകളിലെയും മറ്റ് അന്നൊന്നും ഇങ്ങനത്തെ സോഷ്യൽ മീഡിയാസും പ്ലാറ്റ്ഫോമും ഇല്ലാത്തത് കൊണ്ട് സിനിമയിൽ കൂടെ മാത്രം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ട് ഇപ്പം ഇവൻ പച്ചക്ക് വന്ന് ഇവൻ പറയുന്നു. അപ്പോൾ അന്നത് ഇല്ലാത്തത് കൊണ്ടും ഇന്നതുള്ളത് കൊണ്ടും ഇന്നത്തെ പുതിയ പല തലമുറക്കും, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ മറ്റു കാര്യങ്ങളും താല്പര്യമില്ല, ഇങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ താല്പര്യം. അതുകൊണ്ട് അവരതേ ചോദിക്കാൻ പോകുന്നുള്ളൂ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്താ പറയുക, ആങ്കർ അയ്യോ മോശമായി പോലോ അങ്ങനെയൊക്കെ പറഞ്ഞാലോ എന്നുള്ളൊരു ചോദ്യം തിരിച്ച് ചോദിക്കുന്നുണ്ടോ? ഇല്ല, അവർക്ക് അത് തന്നെ വേണ്ടേ. അവരെ കൊണ്ട് അവൻ്റെ വായിന്ന് അത് തന്നെ പറയിപ്പിക്കാൻ അവർ നോക്കുന്നത്. അത് തന്നെ കറക്റ്റായിട്ട് ആങ്കർ അവിടെ പ്ലേസ് ചെയ്തു. അതിനോണ്ടാണല്ലോ ഇപ്പം നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അത്രേ അവരുദ്ദേശിച്ചിട്ടുള്ളൂ. അവരുദ്ദേശിച്ച കാര്യമാണ് കറക്റ്റ് നടക്കുന്നത്. ഇവരുടെ ഒരു ഇൻ്റർവ്യൂ അല്ല. ഇപ്പം നമ്മൾ ഞാൻ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ കുറ്റം പറയാം, അല്ലെങ്കിൽ ഈ ചാനലിനെ പറയില്ല. ഇതുപോലെ തന്നെ ഒരു 100 കണക്ക് ചാനൽ എല്ലാവരും ഇത് തന്നെ ചെയ്യുന്നത്. എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അവർ കാണിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇതാണ് ഇപ്പം നമ്മുടെ നാട്ടിലെ ന്യൂ ജെൻസിൻ്റെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതല്ലാണ്ട് ഇത്രയും ചെറിയ പയ്യന്മാർ അല്ലെങ്കിൽ ഇവനും തൊപ്പിയുടെ കൂടെ ഇത് സ്ട്രീമിങ്ങിന് പൈസ അയച്ചെടുത്തുകൊണ്ട് ഈ 18 വയസ്സിൽ, അതായത് വീട്ടിൽ ഒരു എന്താ പറയുക, ഒരു ഇൻകം ഇല്ലാത്ത ആൾക്കാർ സ്വന്തം ബാക്കിയുള്ളവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് അതാണ് ഇവരെ സ്ട്രീമിങ്ങിന് ഇതിനൊക്കെ അയച്ചു കൊടുക്കുന്നത്. അത് സൂപ്പർ ചാറ്റിലൂടെയും മറ്റേലും കൂടെ അയച്ചു കൊടുക്കുന്ന പൈസ എന്ന് പറഞ്ഞത് ഇത് തന്നെയല്ല. അല്ലെങ്കിൽ സ്വന്തം ഞാൻ ഉണ്ടാക്കിയ പൈസ ഞാൻ ഇവർക്ക് അയച്ചു കൊടുക്കുന്ന പോലെ അല്ല ഈ ചെറിയ പിള്ളേരെ അത് അയച്ചു കൊടുക്കുന്നത്. അല്ല, വലിയവരും ഉണ്ടാവും, ഓക്കെ, വലിയവരുണ്ടാവുന്നില്ല എന്നല്ല പറഞ്ഞത്, അവരും അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളതിനെ ഇപ്പം ന്യൂ നോർമലായിട്ട് കണ്ടാൽ മതി. അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അത്ര അവസ്ഥയിലാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ബാക്കി ഇനിയും ഉണ്ട് കേട്ടോ കുറച്ചുകൂടി ഭാഗത്തിൽ. അപ്പൊ അതൊക്കെ ഇതാക്കുമ്പോൾ ആരെയും പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? കുളിസീനൊക്കെ ആയാലും മമ്മു ബെസ്റ്റോ. അതാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ
മമ്മു ബെസ്റ്റാണ്, അതുകൊണ്ട് ആരും പേടിക്കേണ്ട, മമ്മൂനെതിരെ പിടിച്ചിട്ടുണ്ടെങ്കിൽ മമ്മു ഈ അവസ്ഥയിലോട്ട് എത്തൂലായിരുന്നു അല്ലേ. അന്നേ പിടിച്ചിട്ട് ആൾക്കാർ മമ്മൂനെ തിരുത്തി വിട്ടിരുന്നെങ്കിൽ മമ്മു ചിലപ്പം ഇവിടെ വന്ന് ഇരിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സംസാരങ്ങൾ സംസാരിക്കാനോ മമ്മു എത്തൂലായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടുകാരും ഒക്കെ കണക്കാണ്. പക്ഷെ മമ്മു ചിന്തിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. മമ്മു ഒന്ന് നോക്കിയത്, മമ്മൂനൊരു ഉമ്മ ഉണ്ട്, മമ്മൂന് പെങ്ങളില്ല, മമ്മൂന് അനിയനായിട്ടുള്ളത്, അല്ലെങ്കിൽ പെങ്ങന്മാരുണ്ട്, ഉമ്മ ഉണ്ട്. അവിടെ ഇതേപോലത്തെ അപ്പുറത്തൊരാൾ വന്ന് നോക്കിയിട്ടാണ് ഇപ്പം ഇതേപോലൊരു ചാനലിൽ ഇരുന്ന് പറയുമ്പോൾ മമ്മൂന് എന്ത് ഫീൽ ചെയ്യുന്നുള്ള മമ്മു ആലോചിക്കണം. അതുപോലെ ഈ ചോദ്യം ചോദിക്കുന്ന പെൺകൊച്ച് നമ്മൾ പറഞ്ഞ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇതേ സ്ഥാനത്ത് അന്ന് ആ പെൺകുട്ടി അല്ലെങ്കിൽ മമ്മു ഒളിഞ്ഞു നോക്കിയ പെൺകുട്ടിയുടെ സ്ഥാനത്ത് ഈ കൊച്ചോ അല്ലെങ്കിൽ ഇവരുടെ ഫാമിലിയിലെ ഇവരുടെ ഉമ്മയോ ഇവരുടെ പെങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ ആരുടെ ആയിക്കോട്ടെ, ആരുടെ ഒരാളുടെ പെങ്ങളോ എന്താ പറയുക അനിയത്തിയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അന്ന് അവൻ വായി നോക്കിയിട്ടെന്ന് പറഞ്ഞാൽ പെങ്കൊച്ച്. അപ്പം ആ സ്ഥാനത്ത് ഇവർ വന്നിരുന്നെങ്കിൽ എന്തേന്നുള്ള ഒരു സ്വയം ചിന്ത നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പല കാര്യങ്ങളിൽ നിന്നും നമുക്ക് മാറി നിൽക്കാനോ അല്ലെങ്കിൽ നമ്മളത് എൻ്റർടൈൻഡ് ആവാതിരിക്കാനോ നമുക്ക് തോന്നും അല്ലേ. അങ്ങനെ ചിന്തിക്കണം. അല്ലാണ്ട് നമ്മൾ ഈ ഒരു ഇൻ്റർവ്യൂവിനെ കുറ്റം പറയാം അല്ലെങ്കിൽ ഈ ഒരു മമ്മൂനെ മാത്രം ഫോക്കസ് ചെയ്ത് കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾക്കാണ് ഇങ്ങനത്തെ പല കാര്യങ്ങൾ ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും ചെയ്യേണ്ടി വരുന്നതും എന്നുണ്ടെങ്കിൽ അത് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ എഫക്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അതൊക്കെയാ അപ്പൊ ചെയ്തോണ്ടിരുന്നത്. അതായത് അതായത് ഞാൻ ഒറ്റക്കല്ല കേട്ടോ, എൻ്റെ ഒപ്പം വേറൊരുത്തനും കൂടി ഉണ്ടാവും. ഞാനോ? നീയും കൊടുക്കും. അതാണ് മാമു ഒറ്റക്കല്ല, മമ്മൂടെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. അത് പുതിയൊരു വെളിപ്പെടുത്തലാണ്. ആ കൊച്ചു പറഞ്ഞ പോലെ മമ്മൂടെ അതേ വൈബുള്ള ഒരാൾ. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ, മാമൂനും മാമൂൻ്റെ കൂടെ ഒളിഞ്ഞു നോക്കാൻ പോയ ആൾക്കും ഇപ്പം ഈ ചോദ്യം ചോദിക്കുന്ന ആൾക്കും ഒരേ വൈബാണ് എനിക്ക് ഫീൽ ചെയ്തത് അല്ലേ. അതേ വൈബ് അവർക്കത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേ, അതേ വൈബുള്ള ആളുകൾ വരുമ്പോഴാണ് ഈ ആങ്കറായിട്ട് വരുന്ന ആളും അപ്പുറത്ത് പാനലിസ്റ്റായിട്ട് വരുന്ന ആൾക്കാർക്ക് രണ്ടുപേർക്കും സംസാരിക്കുമ്പം ഇതേ ഫീൽ ഇത്ര എൻ്റർടൈൻഡ് ആയിട്ട് ഇരുന്ന് സംസാരിച്ച് അല്ലെങ്കിൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത് ഇവരൊക്കെ ഒരേ വൈബുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ വരുമ്പോൾ അത് ഭയങ്കര രസമായിട്ട് മുന്നോട്ട് പോകുന്നത്. കണ്ടിരിക്കാൻ ആളുകളുള്ളതും ഡിസ്കസ് ചെയ്യാൻ ആളുള്ളതും ഒക്കെ അതുകൊണ്ടാണ്. ഇവർ രണ്ടുപേരും ഒരേ വൈബിലായതുകൊണ്ടാണ് അതേപോലെ ക്വസ്റ്റ്യൻസ് വന്നത്. ഇതേതായാലും ലൈവ് പ്രോഗ്രാമൊന്നുമല്ല, പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള പല ക്വസ്റ്റ്യൻസും ആ ക്വസ്റ്റ്യൻസാണ് അവിടെ ചോദിക്കുന്നത്, അതിനുള്ള ആൻസറാണ് പറയുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് ലൈവ് അല്ലാത്തത് കൊണ്ട് തന്നെ അത് കഴിഞ്ഞ് ഇത് എഡിറ്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളാണ് ഈ ചാനലിലൂടെ പുറത്തോട്ട് വിടുന്നത്. അപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്തും ഇത് കാണുന്ന ഏതൊരാൾക്ക് പറയാം ഇത് ഒരു കോൺട്രവേഴ്സിയിലോട്ട് പോകും അല്ലെങ്കിൽ ആ അവസ്ഥയിലോട്ടാണ് ഇത് പോകുന്നത്, ഈ ചോദ്യങ്ങൾ അങ്ങനെയെന്നുള്ള അറിയാം. അപ്പം അറിഞ്ഞുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക, ടെലികാസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കണ്ടൻറ്റുകൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് അതെന്താണോ ഇപ്പോൾ ആയത് അത് അവർ പ്രതീക്ഷിച്ചിട്ട് തന്നെ ചെയ്തതാണ്. ഈ വീഡിയോ ചെയ്യുന്നവർക്കും ഇപ്പോൾ ഞാനിതിന് റിയാക്ട് ചെയ്താലും ഇത് കാണുന്നവർക്കും ഒക്കെ പലതരത്തിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത് ചെയ്യുന്ന സമയത്ത് അവർക്ക് ബെനിഫിറ്റ് ഉണ്ട്. നമ്മളിത് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു എമൗണ്ട് ഇതിൽ കിട്ടും. ഇത് കാണുന്ന ആൾക്കാർക്ക് ഒരു മനസ്സുഖം കിട്ടുന്നുണ്ട്. മറ്റേ ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് അതിൻ്റെതായിട്ടുള്ളൊരു സുഖം കിട്ടുന്നുണ്ട്. ഇതെല്ലാം കൂടെ പോകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ ഈ കാര്യം മുന്നോട്ട് പോകുന്നത്. ഞാൻ അവനോട് പറയടാ വെറുതെ നമുക്കൊന്ന് ടൈം പാസ്. അങ്ങനെ കുറേ വീട്ടിൽ പോയിട്ടുണ്ട്. അതാണ് ടൈം പാസിന് ഒരു വീട്ടിലൊന്നും അല്ല നമ്മുടെ മാമു കയറി ഇറങ്ങിയത്. ഈ കണ്ണൂർ മാമുടെ വീടിൻ്റെ അടുത്തുള്ള എത്ര ആൾക്കാർക്ക് ഇപ്പോൾ ടെൻഷൻ ആയിട്ടുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കി. അല്ല അവൻ്റെ വീടിൻ്റെ ചുറ്റുപാടുള്ള അല്ല അവൻ ഈ പറഞ്ഞ കാലഘട്ടത്തിൽ അവൻ അതിലൂടെ നടന്നു പോകുമ്പം കുളിച്ച പലരും ഉണ്ടാവില്ല, അവർക്കൊക്കെ ഇപ്പം മനസ്സിലോട്ട് വരുന്നുണ്ടാവും. അവരുടെ ഉള്ളിലത്തെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക നിങ്ങൾ. അത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ അമ്മയും പെങ്ങളും മക്കളും ഒക്കെ ആണെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? വല്ലാത്തൊരവസ്ഥ. രാത്രിയാണോ പോവാ? രാത്രിക്കൊന്നല്ല, പകൽ തന്നെ പോകും. കണ്ണൂർ അധികം വീട് വെച്ചാൽ ഓടിട്ട വീടിന് പുറത്തായിരിക്കും ബാത്റൂം ഉണ്ടാവും, ഉള്ളിൽ അധികം ബാത്റൂം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പുറത്തുനിന്ന് പോയി ഉള്ളു. അതാണ് കണ്ണൂര് ഓടിട്ട ഇവൻ്റെ വീടിൻ്റെ അടുത്ത് ഇവൻ അവിടെ ജീവിച്ചിരുന്ന കാലത്ത് ഓടിട്ട വീടുകളിലുള്ളവർക്കൊക്കെ ഇപ്പം മനസ്സിൽ ടെൻഷനായിട്ടുണ്ടാവും. അല്ലെങ്കിൽ അടുത്തൊരു പ്രാവശ്യം ഇവനെ കാണുമ്പോഴുള്ള എക്സ്പ്രഷൻസ് എന്തായിരിക്കും? ഇവനൊന്നുമില്ല, ഇവനുണ്ടെങ്കിൽ ഇവൻ ഈ പറയില്ല. അപ്പം ഇത് കാണണ്ട് അല്ലെങ്കിൽ അന്ന് കുളിച്ച ആളുകളുടെ ഒരു അവസ്ഥ എന്തായിരിക്കും? നമ്മൾ വളരെ ന്യൂ നോർമലായിട്ടല്ലേ സംസാരിക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ നാട്ടിലെ ഈ ജെൻസി ജെൻ ആൽഫ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുടെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അത് പ്രൊമോട്ട് ചെയ്യാൻ തന്നെയാണ് ഈ നാട്ടിലെ പല ചാനലുകളും അല്ലെങ്കിൽ ഈ തൊപ്പിയുടെ സ്ട്രീമിംഗ് ചാനൽ പോലെ പല ചാനലുകളും ഇരിക്കുന്നതും. അതല്ലാണ്ട് ഈ ചാനലുകളിൽ നിന്ന് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള സാരോപദേശം തന്ന് നിങ്ങൾ അഡ്വൈസ് ചെയ്ത് നന്നാക്കാമെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ഇത് കാണുന്ന ആൾക്കാർക്ക് ഒരു വലിയ മെസ്സേജ് കൊടുത്ത് നിങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് നന്നാക്കാം എന്നുള്ളതൊന്നുമല്ല. പക്ഷേ ഇവൻ പറഞ്ഞ കാര്യം അത് നമ്മുടെ നിയമ വ്യവസ്ഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കുറ്റമാണ്. അവനിപ്പോൾ തൂക്കാനുള്ള ഓപ്ഷൻസ് പോലീസിൻ്റെ നിയമത്തിൻ്റെ സൈഡിലുണ്ടാവും.
അപ്പം പച്ചക്ക് പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയാണ്, അവനെ തൂക്കാനുള്ള എല്ലാ രീതിയിലുള്ള ആക്ടുകളും നമ്മുടെ നാട്ടിൽ ഇപ്പം ഉണ്ട്. അതുപോലും അറിയാണ്ടാണ് അവനെ വന്ന് സംസാരിച്ചത്. ഇനി ഏതായാലും ഈ കാര്യം ഇങ്ങനൊരു സംസാരം ഉണ്ടായതിൽ അതിനൊരു കണ്ടന്റ് ആക്കിയിട്ടാണെങ്കിലും തൊപ്പിയെടുത്ത തീരുമാനം വളരെ നല്ലതായി. അവനതിൽ നിന്ന് അവരുടെ ഗ്യാങ് നിന്ന് പുറത്താക്കി എന്നുള്ള ഒരു ഇതുണ്ട്. അത് ഇനിയിപ്പോൾ കണ്ടന്റ് ആക്കി അതും ഒരു പൈസ ആക്കാനുള്ളൊരു മാർഗമായിരിക്കും. അതല്ല ഇനിയിപ്പോൾ സ്വന്തം തൊപ്പിക്ക് എന്താ പറയുക, തൊപ്പി പണ്ട് എങ്ങനെ തുടങ്ങി, പിന്നെ അതിനുശേഷം തൊപ്പിയെടുത്തുള്ള മാനസാന്തരങ്ങളും, പിന്നെ അതിനുശേഷം തൊപ്പി എത്രത്തോളം ഡീസൻ്റായി സ്റ്റാർട്ടിങ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തൊപ്പിക്ക് തോന്നിയ നല്ല ചിന്തയാണോ എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതുകൂടെ ഒന്ന് കാണുക. എടാ പുറത്താക്കാൻ ആൾക്കാർ നിന്നെ പുറത്താക്കാൻ പറഞ്ഞു, മാനേജ്മെന്റ് പുറത്താക്കാൻ. എനിക്ക് എന്നോട് പറഞ്ഞില്ല, നീ അങ്ങോട്ട് നോക്കി പറഞ്ഞു. എനിക്ക് നിന്റെ മുഖത്തേക്ക് നോക്കാൻ തോന്നില്ല, എനിക്ക് വിഷമമാണ് കാണുമ്പോൾ. നീ അങ്ങോട്ട് നോക്കി പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ഏതായാലും തൊപ്പിയുടെ ഗ്യാങ്ങിൽ നിന്ന് താൽക്കാലികമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റു ചില ഉദ്ദേശത്തോടാണെങ്കിലും മാമു പുറത്തു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുമ്പം നമ്മൾ പണ്ട് ചെയ്തതും ഇപ്പോൾ ചെയ്യുന്നതും ഇനി ചെയ്യാൻ പോകുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതല്ലാണ്ട് ഇതിപ്പോൾ ഇപ്പം വന്ന ഒരു നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വന്ന പുതിയൊരു മാറ്റങ്ങളൊന്നുമില്ല. പണ്ടും ഇതിൻ്റെ മറ്റ് പല വേർഷൻസും ഉണ്ടായിരുന്നു. ഇപ്പം വളരെ കുറവാണെന്ന് പറയേണ്ടി വരും കുളിസിയും കാണലും. പണ്ടൊക്കെ കുളക്കടവിൽ തന്നെ പോയി കുളിച്ച് അല്ലെങ്കിൽ പുഴയുടെ വക്കത്ത് തന്നെ കുളിച്ച് നടന്ന ആളുകളായിരുന്നു ഒരുപാട് പേര്. അവരൊക്കെ വായി നോക്കിയിട്ട് അന്ന് നാട്ടിലെ ഒരു ഗ്യാങ് തന്നെ ഉണ്ടാവും. ആ ഒരു സംഭവങ്ങളൊന്നും ഇപ്പം അല്ല. ഇപ്പം ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പം കാരണം സോഷ്യൽ മീഡിയയിൽ അവിടെയും ഇവിടെയും എല്ലാതരം സീനും എല്ലാവർക്കും കാണാൻ പറ്റുന്ന കാലമായതുകൊണ്ട് പണ്ടത്തെ പോലെ നാട്ടിലുള്ള ആൾക്കാരുടെ കുളിസിയും കണ്ട് ജീവിക്കേണ്ട അവസ്ഥയിലോട്ടൊന്നും ഇപ്പം എത്തിയിട്ടില്ല. പണ്ട് അതായിരുന്നു നടന്നിരുന്നത്. അതിൻ്റെ ന്യൂ വേർഷൻസിലോട്ട് നമ്മളിപ്പോൾ എത്തി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഏതൊക്കെ ലേറ്റസ്റ്റ് വേർഷനിലോട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പോകാൻ നോക്കണം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതല്ല കറക്റ്റ്, ഞാൻ പറഞ്ഞതിലൊക്കെ തെറ്റാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യും. നമുക്ക് നോക്കാം ആളുകൾ ഏത് രീതിയിലാണ് ഇങ്ങനത്തെ ടോപ്പിക്കുകൾ എടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡാണ് നമ്മുടെ എൻ്റർടൈൻമെൻറ്റിൻ്റെ. ഇനി നമ്മൾ പറ്റുന്ന ദിവസങ്ങളിൽ ഇതുപോലത്തെ ന്യൂസുകൾ നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇടുന്നതായിരിക്കും. അപ്പം ഇഷ്ടപ്പെടുന്നവർ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോഴേ നമുക്ക് ആ ഒരു ചാനൽ കുറച്ചുകൂടെ ഒരു ബേസ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് വരുള്ളൂ.